ഹായ് എവ്രി വൺ. ഞാൻ ഇന്ന് 10th സ്റ്റാൻഡേർഡിലെ കേരള സ്റ്റേറ്റ് സിലബസിലെ സോഷ്യൽ സയൻസിലെ 4th ചാപ്റ്ററായ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻറ്റ് എന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് ദി അഡ്വെൻറ്റ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രി ആൻഡ് ദി പ്ലൈറ്റ് ഓഫ് ദി വർക്കേഴ്സ് എന്ന ടോപ്പിക്കാണ് ഞാൻ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആ ടോപ്പിക്കിൻ്റെ പോയിൻറ്റ്സാണ്, നോട്ടും അതിൻ്റെ എക്സ്പ്ലനേഷനും ആണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ആധുനിക വ്യവസായങ്ങളുടെ വരവ് ആൻഡ് തൊഴിലാളികളുടെ ദുരവസ്ഥ എന്ന ടോപ്പിക്കാണ് ഇവിടെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലിസ്റ്റ് സ്റ്റാർട്ടഡ് മോഡേൺ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ 19th century. ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ മോഡേൺ ഇൻഡസ്ട്രികൾ, ആധുനിക വ്യവസായം ഇന്ത്യയിൽ തുടങ്ങിയത് 19th നൂറ്റാണ്ടിലാണ്. സിമ്പിളായിട്ടുള്ള ഒരു പോയിൻ്റാണ്. 19th നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക ഇൻഡസ്ട്രികൾ തുടങ്ങി. അടുത്ത പോയിന്റ്, ദി പ്ലാന്റേഷൻ ഇൻഡസ്ട്രി വാസ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ്. ലേറ്റർ ടെക്സ്റ്റൈൽ, ജൂട്ട്, സ്റ്റീൽ ആൻഡ് പേപ്പർ ഇൻഡസ്ട്രീസ് എസ്റ്റാബ്ലിഷ്ഡ്. ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തത് പ്ലാന്റേഷൻ ഇൻഡസ്ട്രിയാണ്, അതായത് തോട്ടം വ്യവസായമാണ് ആദ്യം ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള മോഡേൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പിന്നീട് അതിനുശേഷം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വന്നു, ജൂട്ട് ഇൻഡസ്ട്രി വന്നു, സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ വന്നു. അങ്ങനെ വേറെ ഒരുപാട് ഇൻഡസ്ട്രികൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഫസ്റ്റ് പ്ലാന്റേഷൻ ഇൻഡസ്ട്രിയാണ്, തോട്ടം ഇൻഡസ്ട്രിയാണ്. അടുത്ത പോയിന്റ്, ദി ലേബേഴ്സ് ഇൻ ദീസ് ഇൻഡസ്ട്രീസ് വേർ എക്സ്പ്ലോയിറ്റഡ്. സോ ഈ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഇൻഡസ്ട്രികൾ ഉണ്ടല്ലോ, ഈ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ അല്ലെങ്കിൽ ലേബേഴ്സിനെ, തൊഴിലാളികളെയൊക്കെ വളരെയധികം ചൂഷണം ചെയ്തിരുന്നു ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലിസ്റ്റുകൾ. സോ അടുത്ത പോയിന്റ്, ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ ലേബറേഴ്സ്. സോ ആ ഇൻഡസ്ട്രികളിൽ വർക്ക് ചെയ്യുന്ന ലേബറേഴ്സ് വർക്ക് ചെയ്തിട്ടുള്ള ഇഷ്യൂസ്, അവരുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് 3 പോയിൻ്റാണ് ടെസ്റ്റിൽ പറയുന്നത്. വളരെ സിമ്പിളാണ്. പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്, മീഗർ വേജ് ആൻഡ് അൺഹെൽത്തി അക്കമഡേഷൻ. പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട ജോലി സമയം, വളരെ നീണ്ടിട്ടുള്ള ഒരു ജോലി സമയം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തത് മീഗർ വേജ്, വളരെ തുച്ഛമായ കൂലിയാണ്. ഒരുപാട് വർക്കിംഗ് അവേഴ്സ്, അവരെ രാത്രിയൊക്കെ ഒരുപാട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ തുച്ഛമായ, വളരെ മൈനർ വേജാണ് അവർക്ക് കൊടുത്തിരുന്നത്. അവരെടുക്കുന്ന വർക്കിന് അതിനനുസരിച്ചുള്ള വേജ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇവിടെ മീഗർ വേജ് എന്ന് ഉദ്ദേശിക്കുന്നത്, വളരെ തുച്ഛമായിട്ടുള്ള വേജ്. മൂന്നാമത്തെ അൺഹെൽത്തി അക്കമഡേഷൻ, അനാരോഗ്യപരമായിട്ടുള്ള താമസം. അതായത് അവർക്ക് കൊടുക്കുന്ന അക്കമഡേഷൻ ഫെസിലിറ്റി, താമസത്തിനുള്ള ഫെസിലിറ്റീസൊക്കെ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. അടുത്തത് ദർ വാസ് നോ ട്രേഡ് യൂണിയൻ ഇൻ ഇന്ത്യ അറ്റ് ദാറ്റ് ടൈം. ദ വർക്കേഴ്സ് അജിറ്റേറ്റഡ് വെൻ ദേ സഫേർഡ് എക്സ്ട്രീം എക്സ്പ്ലോയിറ്റേഷൻ. സോ ആദ്യം നമുക്കറിയാം ഇന്ത്യയിൽ ട്രേഡ് യൂണിയൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ലേബറേഴ്സിൻ്റെ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാനൊക്കെ വേണ്ടിയിട്ട് തൊഴിലാളി സംഘടനയൊന്നും ആദ്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ സമയത്ത് ഇവരെന്ത് ചെയ്യും, ഇവരെന്നെ അജിറ്റേഷൻ, ലേബറേഴ്സ് എന്ത് ചെയ്യും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇവരെന്നെ ഈ ഇൻഡസ്ട്രിയലിസ്റ്റിന്, ബ്രിട്ടീഷ് മുതലാളിമാരെടുത്ത് ഇവരെന്നെ അതിനെതിരെ അജിറ്റേഷൻ നടത്തും. അങ്ങനെ നടത്തിയ അജിറ്റേഷൻസ് ആണ് 2 അജിറ്റേഷൻ പറയുന്നുണ്ട്. ഒന്ന് ഗ്രേറ്റ് ബോംബെ ടെക്സ്റ്റൈൽ സ്ട്രൈക്കും കൽക്കട്ട ജൂട്ട് മിൽ സ്ട്രൈക്കും. ഇങ്ങനെ 2 സ്ട്രൈക്കുകൾ, അജിറ്റേഷൻസ് അവർ നടത്തിയിട്ടുണ്ട്, ലേബറേഴ്സ് നടത്തിയിട്ടുണ്ട്. ദി അജിറ്റേഷൻ ഓഫ് ദി ലേബറേഴ്സ് were limited to their regions but were not well organized. സോ ഈ ലേബറേഴ്സിൻ്റെ അജിറ്റേഷൻസ്, ഇവരുടെ പ്രക്ഷോഭം എന്ന് പറയുന്നത് ആദ്യ സമയങ്ങളിൽ അവരവരുടെ റീജിയൻസ്, എവിടെയാണോ ഇഷ്യൂസ് ഉണ്ടാവുന്നത്, പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്നത്, അവരെവിടെയാണോ അജിറ്റേഷൻസ് ബുദ്ധിമുട്ട്, ആ ഒരു റീജിയനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു സംഘടിത അജിറ്റേഷനോ പ്രക്ഷോഭമോ ഒന്നും ആയിരുന്നില്ല ആദ്യം. ബട്ട് ഇൻ ദി സെക്കൻഡ് ഹാഫ് ഓഫ് ദി 19th century, labours mobilized and launched organized agitation against British. 19th നൂറ്റാണ്ടിൻ്റെ
ഹാഫൊക്കെ ആയപ്പോൾ പകുതി സെക്കൻഡ് ഹാഫൊക്കെ ആയ സമയത്ത് ലേബേഴ്സ് മനസ്സിലാക്കി ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ, ഒരു സംഘടിതമായിട്ടുള്ളൊരു പ്രക്ഷോഭം തന്നെ ഇവരെന്ത് ചെയ്ത് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ ലോഞ്ച് ചെയ്ത്, അങ്ങനെ സംഘടിതമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ പിന്നീട് ലേബറേഴ്സ് ബ്രിട്ടീഷുകാർക്കെതിരെ കൊണ്ടുവന്നു 19th സെഞ്ച്വറിയിൽ. അത് അവിടെ വരെ പറഞ്ഞിട്ടാണ് ഈ ടോപ്പിക്ക് ടെക്സ്റ്റിൽ അവസാനിക്കുന്നത്. സോ ഇത്രയുമാണ് ദ അഡ്വെന്റ് ഓഫ് ബ്രിട്ടീഷ് മോഡേൺ ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ ദി പ്ലൈറ്റ് ഓഫ് വർക്കേഴ്സ് എന്ന ടോപ്പിക്കിൽ പറയുന്നത്. സോ ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒന്നും കൂടെ ഒരു സമ്മറി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധുനിക വ്യവസായം തുടങ്ങുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. ഫസ്റ്റ് പോയിന്റ്. ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഈ മോഡേൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പ്ലാന്റേഷൻ ഇൻഡസ്ട്രിയാണ്, തോട്ടം വ്യവസായമാണ്. പിന്നീട് വേറെ ഒരുപാട് വ്യവസായങ്ങൾ വന്നിട്ട് കോട്ടൺ, ജൂട്ട്, ടെക്സ്റ്റൈൽ എന്ന് പറയുന്ന ഒരുപാട് വ്യവസായങ്ങൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വന്നത് പ്ലാന്റേഷൻ ഇൻഡസ്ട്രിയാണ്. പിന്നെ പറയുന്നത് ഈ പ്ലാന്റേഷൻ ഇൻഡസ്ട്രി അതുപോലെ ഒരുപാട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിനെ, തൊഴിലാളികളെ ഒരുപാട് വളരെ കഠിനമായ രീതിയിൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലോയിറ്റേഷനെ, ചൂഷണം ചെയ്തിട്ടുണ്ട് ഈ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലിസ്റ്റുകൾ. പിന്നെ പറയുന്നത് ഇവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻസ്, ചൂഷണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ഒരുപാട് വർക്കിംഗ് അവേഴ്സ് ഉണ്ടായിരുന്നു. ആ വർക്കിംഗ് അവേഴ്സിന് വളരെ തുച്ഛമായിട്ടുള്ള എന്താ പറയുക വേജാണ്, പൈസയാണ് കൊടുത്തിരുന്നത്. പിന്നെ അവരുടെ അക്കോമഡേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്, അവരുടെ താമസ സൗകര്യങ്ങൾ വളരെ മോശമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ആദ്യം ട്രേഡ് യൂണിയനുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഈ ലേബറേഴ്സിന് ആദ്യം ഒരു ട്രേഡ് യൂണിയനുകളൊന്നും ഉണ്ടായിരുന്നില്ല, ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഇവരെന്ത് ചെയ്യും, ഈ ഉള്ള ലേബേഴ്സൊക്കെ വെച്ചിട്ട് ഈ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലിസ്റ്റിനൊക്കെ എതിരെ, അവർക്കെതിരെയൊക്കെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ രണ്ട് പ്രക്ഷോഭങ്ങൾ അതിൽ പറയുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് പറയുന്നത് ദി അജിറ്റേഷൻ ഓഫ് ദി ലേബറേഴ്സും അവരുടെ റീജിയനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രക്ഷോഭം ആദ്യം ഏത് റീജിയനിലാണോ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്ന ആ റീജിയനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ഓർഗനൈസ്ഡ് ഒന്നും സംഘടിതമായിട്ടുള്ള ഒരു അജിറ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 19ാം നൂറ്റാണ്ടിൻ്റെ പകുതി ആയപ്പോഴേക്കും ലേബേഴ്സിനൊക്കെ മനസ്സിലായി ഇങ്ങനെ അജിറ്റേഷൻ ചെയ്തിട്ട് കാര്യമില്ല, ബാക്കിയുള്ള ഏരിയാസിൽ, ബാക്കിയുള്ള സ്ഥലത്ത്, ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ടോ, എല്ലാവരും കൂടെ ഒരു സംഘടനയൊക്കെ രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷുടെ എക്സ്പ്ലോയിറ്റേഷനെതിരെ ഇവർ സംഘടിതമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ പിന്നീട് നേരിടുകയാണ് ചെയ്തത്. സോ ഇത്രയുമാണ് ഈ ടോപ്പിക്ക്. സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദി ടോപ്പിക്. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. മലയാളത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ എഴുതാം, ഇംഗ്ലീഷിലാണെങ്കിൽ പോയിൻ്റാക്കി ഒരു 5-6 പോയിൻറ്റ്സേ ഉള്ളൂ ഈ ടോപ്പിക്കിൽ. വളരെ സിമ്പിളാണ്. സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലും ഡൗട്ടുകളോ കമൻറ്റുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ആൻഡ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.